പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്ന പരാതിയുമായി തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാമാണ് രംഗത്ത് വന്നത്. RDX സിനിമാ നിർമ്മാതാക്കളായ സോഫിയ പോൾ, ജെയിംസ് പോൾ എന്നിവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കൃഷ്ണപ്രിയ ചേരുന്നു. കൃഷ്ണപ്രിയ, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി മലയാള സിനിമയിലെ നിർമ്മാതാക്കൾക്കെതിരായ പരാതി അല്ലെങ്കിൽ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമായി ഉയർന്നു വരികയായിരുന്നു. ആദ്യം നമ്മൾ ഈ മഞ്ഞുമ്മൽ ബോയ്സുമായി ബന്ധപ്പെട്ട് കേട്ടു. പക്ഷേ ഇപ്പോൾ ഒത്തിരി സിനിമകൾ ഇങ്ങനെ ഈ സമാന രീതിയിലുള്ള പരാതികൾ പുറത്തു വരികയാണ്. ഈ ലാഭവിഹിതം ഇരട്ടിയാക്കി വ്യാജരേഖകൾ ചമച്ച് ഈ പണപ്പെരുപ്പ് അല്ലെങ്കിൽ പണം ഇരട്ടിയാക്കി കാണിച്ചു എന്നതടക്കമുള്ള പരാതികളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പരാതിക്കാരി എന്തൊക്കെ ആരോപണങ്ങളാണ് നിർമ്മാതാക്കൾക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ടുള്ളവർ കഴിഞ്ഞ കുറേയേറെ നാളുകളായി മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതികൾ ഉയർന്നു വരുന്നൊരു സാഹചര്യമാണ്. ഇതിനു മുൻപ് മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയ്ക്കെതിരെയായിരുന്നു, വലിയ വിജയം നേടിയ സിനിമയായിരുന്നു. എന്നാൽ ഈ സിനിമയുടെ ലാഭവിഹിതവും മുടക്കുമുതലും തിരികെ നൽകിയില്ല എന്നാരോപിച്ചായിരുന്നു അരൂർ സ്വദേശി പരാതി നൽകിയത്. ഇപ്പോൾ തൊട്ടു പിന്നാലെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ RDX സിനിമയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ളൊരു ആരോപണമാണ് ഉയർന്നു കേട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം മുടക്കുമുതൽ നൽകി, പക്ഷേ ലാഭവിഹിതം നൽകിയില്ല എന്നത് തന്നെയാണ്. ഈ തൃപ്പൂണിത്തുറ സ്വദേശിനിയായ അഞ്ജന എബ്രഹാമാണ് RDX സിനിമ നിർമ്മാതാക്കളായ സോഫിയ പോളിനും അതുപോലെ ജെയിംസ് പോളിനും എതിരെ പരാതി നൽകിയിരിക്കുന്നത്. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം അത് നൽകിയില്ല എന്നതായിരുന്നു പരാതി. നമുക്കറിയാം, ഈ RDXന്റെ സിനിമാ നിർമ്മാതാക്കൾ അഞ്ജന എബ്രഹാമിനെ സമീപിക്കുകയും 13 കോടി രൂപയോളം ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുമെന്നാണ് അഞ്ജനയെ ധരിപ്പിച്ചിരുന്നത്. ഇതുപ്രകാരം അഞ്ജനയോട് 6 കോടി രൂപ ഈ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഈ നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇത് സിനിമ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 23 കോടി രൂപയായി മാറിയിട്ടുണ്ട് എന്നതാണ് ഈ നിർമ്മാതാക്കൾ ഈ അഞ്ജനയെ അറിയിച്ചത്. പക്ഷേ ഈ സിനിമയുടെ ലാഭവിഹിതമോ അതുപോലെ തന്നെ മുടക്കുമുതലോ തിരികെ നൽകാൻ ഈ നിർമ്മാതാക്കൾ അന്ന് തയ്യാറായില്ല. പക്ഷേ തുടർന്ന് അഞ്ജന പലതവണ നിർമ്മാതാക്കളെ സമീപിച്ചപ്പോൾ മുടക്കുമുതലായ 6 കോടി രൂപ തിരികെ നൽകിയിരുന്നു. പക്ഷേ ഈ ലാഭവിഹിതം നമുക്കറിയാം, ഈ 100 കോടി രൂപയോളം വിജയം RDX സിനിമ തിയേറ്ററിൽ നിന്ന് തന്നെ നേടിയിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒരു ലാഭവിഹിതം ഏകദേശം കരാർ പ്രകാരം 30 കോടി രൂപയാണ് അഞ്ജനയ്ക്ക് നൽകേണ്ടിയിരുന്നത്. 70 കോടി രൂപ 70% നിർമ്മാതാക്കൾക്കും നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതുവരെയും ഈ സിനിമയുടെ ലാഭവിഹിതത്തിൻ്റെ 1 രൂപ പോലും നൽകിയിട്ടില്ലെന്നാണ് അഞ്ജനയുടെ പരാതി പ്രകാരം ഇപ്പോൾ പറയുന്നത്. അതുകൂടാതെ തന്നെ വ്യാജ കണക്കുകൾ ഇപ്പോൾ ഇവർ നിർമ്മാതാക്കൾ ചമയ്ക്കുകയാണ് എന്ന ഒരു ആരോപണം ഈ പരാതിക്കാരെ ഉയർത്തുന്നുണ്ട്. അതായത് ഈ സിനിമയുടെ വിജയ ശതമാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കാണിക്കണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകിയില്ല എന്നതാണ് ഇപ്പോൾ അഞ്ജന ഉയർത്തുന്ന പരാതി. ഏതായാലും മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും സാമ്പത്തിക തട്ടിപ്പ് പരാതി വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞതുപോലെ വ്യാജ രേഖകൾ ചമച്ച് സാമ്പത്തിക ചിലവ് ഇരട്ടിയാക്കി കാണിച്ചു എന്നതടക്കമുള്ള പരാതികളാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. കൃഷ്ണപ്രിയാണ് വിവരങ്ങൾ നൽകിയത്.